ഹായ് ഫ്രണ്ട്സ്, സിബിൻ ബ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. സുഹൃത്തുക്കളെ, ഞാനാണെങ്കിൽ ഇപ്പം ഈ പോപ്പുലറിൻ്റെ സ്പെയർ പാർട്സ് കടയിൽ നിന്നും വണ്ടിക്ക് കുറച്ച് പാർട്സുകൾ മേടിച്ചായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ ഒരു ദുരനുഭവമാണ്. അതായത് ഇപ്പോൾ ഞാൻ ബില്ല് ശ്രദ്ധിച്ചു. ഏകദേശം ഒരു 6 പ്രോഡക്റ്റ് ഞാൻ മേടിച്ചായിരുന്നു. വണ്ടിയുടെ ക്ലച്ച് മേടിച്ചു, റിലീസ് ബെയറിങ് മേടിച്ചു, പിന്നെ എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ, അങ്ങനെ എല്ലാം കൂടെ 6 സാധനങ്ങൾ മേടിച്ചു. അവസാനം ഞാൻ ബില്ല് ചെക്ക് ചെയ്തപ്പോൾ ബില്ല് എമൗണ്ട് ടോട്ടൽ വന്നേക്കുന്നത് 3974 രൂപയാണ് ബില്ല് എമൗണ്ട് വന്നേക്കുന്നത്. അപ്പം ടോട്ടൽ നെറ്റ് പേയബിൾ എന്ന് പറഞ്ഞ് വന്നേക്കുന്ന എമൗണ്ട് 4694 രൂപ. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 700 രൂപയ്ക്ക് പുറത്ത് GST ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. GST ആയിട്ട് 700 ചില്ലറ രൂപ GST ആയിട്ട് മേടിച്ചിട്ടുണ്ട്. 710 രൂപ GST മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4000 രൂപയുടെ സാധനം മേടിച്ചപ്പോൾ 700 രൂപ GST. ഇത് കണ്ടോ, ഈ ബില്ല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതൊക്കെ ഈ സാധാരണക്കാർക്ക് താങ്ങത്തില്ല. സത്യം പറഞ്ഞാൽ ഈ GST ഒക്കെ ഇവർ നമ്മളെ 700-800 രൂപയൊക്കെ മേടിച്ചിട്ട് ഇവർ അടയ്ക്കുമോ? അതാണ് എനിക്ക് ഒന്നാമത്തെ കാര്യം. ഇത് സത്യമായി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഒരു 10,000 രൂപയുടെ സാധനം മേടിക്കണമെങ്കിൽ എത്ര രൂപ GST അടയ്ക്കണം? എന്തായാലും ഇതൊക്കെ വെറും ഞാൻ ഒരു 4000 രൂപയുടെ സാധനം മേടിച്ചപ്പോഴാണ് ഇത്ര പെർസെൻറ്റേജ്. ഇതിനായിട്ട് മറ്റേ മുത്തൂറ്റിൻ്റെ ഒന്നും കൊള്ള പലിശയെന്ന് വേണമെങ്കിൽ പറയാം. 700 രൂപ GST അടയ്ക്കണം 4000 രൂപയുടെ സാധനം മേടിക്കണമെങ്കിൽ. എന്തായാലും കൊള്ളാം. എനിക്ക് ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണിത്. നിങ്ങളും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ്.